അടുത്തിടെയായി സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആത്മഹത്യയ്ക്കും മരണത്തിനുമൊക്കെ കീഴടങ്ങുന്നത്. ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നടൻ മോഹൻലാൽ തന്നെ ആദ്യമായി പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് നടൻ മോഹൻലാൽ. അതിൽ ഭൂരിഭാഗവും സിനിമാ വിശേഷങ്ങൾക്കായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള മരണവാർത്തയുടെ അടിസ്ഥാനത്തിൽ നടൻ തന്റെ മകളുടെ വിവാഹത്തെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയായിരുന്നു. പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ നിർമ്മാതാവായ കെ ബാലാജിയുടെ മകളെയാണ് മോഹൻലാൽ വിവാഹം ചെയ്തത്. സ്ത്രീധനമായി ഇഷ്ടം പോലെ സ്വത്ത് വാങ്ങി കല്യാണം കഴിക്കാമായിരുന്നിട്ട് പോലും ഒരു സ്ത്രീധനവും വാങ്ങാതെയാണ് താൻ സുചിത്രയെ വിവാഹം കഴിച്ചത് എന്നാണ് മോഹൻലാൽ പറയുന്നത്. അതുതന്നെയായിരിക്കും തന്റെ മകളുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. വിസ്മയെ വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്ത്രീധനമായി താൻ യാതൊന്നും നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. സംവിധായകൻ ജിത്തു ജോസഫും ഈ നിലപാടാണ് ശരിവയ്ക്കുന്നത്. തന്റെ 2 പെൺമക്കളും സ്ത്രീധനം ചോദിക്കുന്നവരെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോഴേ ഉള്ളതെന്നാണ് ജിത്തു ജോസഫും പറയുന്നത്. അതാണ് ശരിയെന്നും മക്കളുടെ തീരുമാനത്തിലും ഉറച്ച നിലപാടിലും അഭിമാനമുണ്ടെന്നും അതെല്ലാ കാലവും സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് മോഹൻലാലും പറയുന്നത്. 30 വയസ്സാണ് മോഹൻലാലിന്റെ മകളായ വിസ്മയയ്ക്ക്. ഉടനെ തന്നെ വിസ്മയുടെ വിവാഹം ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും നല്ലൊരു എഴുത്തുകാരിയും ഒക്കെയാണ് വിസ്മയ. പ്രണവിനെ പോലെ തന്നെ യാത്രകളും കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് വിസ്മയ. എന്തായാലും ഉടനെ തന്നെ വിസ്മയുടെ വിവാഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.